ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭാ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. ഇത് ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയുടെ ഓഫീസിലാണ്. ഓഫീസിലേക്ക് കയറാം, അവിടുത്തെ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം. 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 ഓക്കെ, യെസ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് സെക്രട്ടറിയുടെ ചേംബറിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീ കൃഷ്ണകുമാർ. ഞങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ പരിചയമുണ്ട്. നേരത്തെ അറിയാം, നമ്മുടെ കോളേജ് ലോ അക്കാഡമി ആയിട്ട് ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മൾ ഒന്നിച്ച് PhD ഗൈഡ് അല്ലേ, അക്കാഡമിയുടെ ഗൈഡ്സ് ആയിരുന്നു. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് പരിചയമുള്ളത് എനിക്കൊരു സന്തോഷമാണ്. എന്തായാലും ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇതിനകത്ത് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഷൂട്ടിംഗ് പെർമിഷനൊന്നും ഇല്ല. ഇവിടെ ഒരു സഭാ TV ഉണ്ട്, അവർക്ക് ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പ്രധാന കാര്യം, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ. അത് എന്താണ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണാൻ പോവാണ്. ഒരു വലിയൊരു പുസ്തകോത്സവം വരുവാണ് നിയമസഭയുടെ, അതിൻ്റെ പ്രധാന വെന്യൂ ആണ്. അപ്പോൾ ശ്രീ ശങ്കരനാരായണൻ തമ്പി എന്ന് പറയുമ്പോൾ അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ സ്പീക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു ലോഞ്ചിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ചയാണെന്നാണ് പറയുന്നത്. അത്ര ഒരു വലിയൊരു ഹാളും അതിൻ്റെ ഫെസിലിറ്റീസും ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ സാധാരണ അല്ലേ, എന്താ പറയുക, സാധാരണ അങ്ങനെ ആരെയും അലൗ ചെയ്യില്ല അല്ലേ, ഇതിനകത്ത് അങ്ങനെ ആൾക്കാർ വരാറില്ല, ഔട്ട്സൈഡേഴ്സ്. പക്ഷേ ഈ ഒരു സമയത്ത് പുസ്തകോത്സവത്തിൻ്റെ കുറച്ച് ദിവസങ്ങളുണ്ട്, ആ സമയത്തൊക്കെ വന്ന് കാണാനൊക്കെ പറ്റും. എന്നാലും ഞാനിപ്പോൾ ആദ്യമേ ഇവിടെ വന്നു. ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ ഒന്ന് അല്ലേ എല്ലാം കണ്ടു. നമ്മുടെ നിയമസഭയിൽ വളരെ വിശേഷപ്പെട്ട ദിനങ്ങളാണ് ഈ വരാൻ പോകുന്നത്. വരുന്ന ജനുവരി 7 മുതൽ 13 വരെ വളരെ പ്രശസ്തമായ KLIBF, അതിൻ്റെ ഫുൾ ഫോം കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പങ്കെടുക്കുന്ന ഒരുപാട് പ്രസാധകർ, അവരുടെ സ്റ്റാളുകളും ബുക്ക് റിലീസുകളും പുസ്തക ചർച്ചകളും ഇങ്ങനെ പല പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു മെഗാമേളയാണ് ജനുവരി 7 മുതൽ ജനുവരി 13 വരെ. 2026 ജനുവരി 7 മുതൽ ജനുവരി 13 വരെയാണ് ആ പുസ്തക മാമാങ്കം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. ലിറ്റററി ഫെസ്റ്റിവലാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ വെറും പുസ്തക വിൽപ്പനയോ അല്ലെങ്കിൽ പുസ്തകത്തെ പരിചയപ്പെടുത്തലോ മാത്രമല്ല, അതുമായിട്ട് അനുബന്ധമായ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഈ നമ്മളെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വളരെ ശ്രദ്ധേയമായ ഹാളാണ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഹാളാണ്. അവിടെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ ചാനലും അവരുടേതായ മെഗാ ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അവരത് സബ്സിക്വൻ്റ്ലി അത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു പരിപാടിയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. നമ്മൾ കാണാൻ വിശേഷതയായ ഹാളാണ്. പിന്നെ അതുകൂടാതെ ഈ പുസ്തകോത്സവമായി ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾക്ക് നഗരക്കാഴ്ചകൾ കാണാനായിട്ട് KSRTC സൗകര്യം ചെയ്യുന്നുണ്ട്. മ്യൂസിയം, സൂ എല്ലാം കാണാനുള്ള പരിപാടിയുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേകതയുള്ള 2 മ്യൂസിയം ഉണ്ട്. ഒന്നാമത്തെ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ജൂബിലി മ്യൂസിയം, മറ്റൊന്ന് G. കാർത്തികേയൻ സ്മാരക മ്യൂസിയം, മെമ്മോറിയൽ മ്യൂസിയം. രണ്ടും കാണാം കുട്ടികൾക്ക്. പിന്നെ ഇവിടെ ഞങ്ങൾ നല്ലൊരു കൃഷിയുണ്ട്, ഒരു കൃഷി സംസ്കാരം എന്നുള്ളത് ശരിക്കും ഒരു കൾച്ചറാണ്. അത് നമ്മളിവിടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടും വിശേഷതയാർന്ന ദിനങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ എന്തായാലും ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ഞാൻ എന്നാൽ ഒന്ന് പോയി കണ്ടേച്ചൊക്കെ വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ലോഞ്ച് കാണാം. ശ്രീ ശങ്കരനാരായണൻ തമ്പി ലോഞ്ച്, വെരി സ്പെഷ്യൽ, കാണാൻ പോകാം. ഇവിടെ ഫുൾ സെക്യൂരിറ്റീസ് ആണ് അല്ലേ അകത്ത്? നോ, അത്ര സൂക്ഷിക്കണം അല്ലേ, ഹൈ പ്രൊഫൈൽ സോണാണ് അല്ലേ. അങ്ങനെ കാണാൻ കൊതിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ദിസ് ഇസ് ശ്രീ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ച്. അപ്പോൾ ഡോക്ടർ പ്രസീദയാണിത്. ഇത് സഭാ TVയുടെ, അതായത് നിയമസഭയുടെ സഭാ TVയുടെ റിസർച്ച് അസിസ്റ്റൻ്റാണ്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രസീദയായിരിക്കും. വളരെ സന്തോഷം. ഓക്കെ, ഒരു കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ വേണം.
എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഓക്കെ. ഞാൻ സഭ ടിവിയിലെ ക്യാമറ. ഓ അത് ശരി. ഓക്കെ. സഭാ ടിവിയുടെ ക്യാമറമാനാണ് ശ്രീ സുരേഷ്. ഇദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സഭാ ടിവിയുടെ ക്യാമറ ആയിരിക്കും ഇത്, അവരുടെ ടീമായിരിക്കും ഇത് കവർ ചെയ്യുന്നത് ടോട്ടലി. അങ്ങനെ ശ്രീ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയും ഇതുപോലെ കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ഒഫീഷ്യൽ സ്പേസ് എന്നുള്ള നിലയ്ക്ക്. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഭാഗമാണ്. ഏറ്റവും കൂടുതൽ VIP വരികയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സ്ഥലമാണ്. ഒരുപാട് മെഗാ ഷോസ് നടക്കുന്ന സ്ഥലമാണ്. ധാരാളം ലിറ്റററി കോൺഫറൻസ് മുതലായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം. ഇതാ ഒരു ഡയസാണ്, ഏറ്റവും വലിയൊരു സ്റ്റേജ്. ഇവിടുത്തെ ഒരു സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 1334 സ്ക്വയർ മീറ്റേഴ്സാണ്. ഇത് നോക്കിയേ, ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഒരു ആ വേദി നോക്കിക്കോളൂ. വേദി ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ലോഞ്ചാണിത്. ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് നടക്കാറുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇനി വരാൻ പോകണം. സാധാരണയായിട്ട് ഇവിടെ എന്താ പറയുക, സാധാരണക്കാർക്ക് കടന്നു വരാൻ പറ്റില്ല. ഇൻവൈറ്റീസിനെ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മെമ്പേഴ്സിനൊക്കെ വരാൻ പറ്റുള്ളൂ. പക്ഷേ അല്ലെങ്കിൽ ക്ഷണിതാക്കൾക്ക് വരാൻ പറ്റുന്ന സ്ഥലം. പൊതുജനത്തിന് വരാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇനി ഒരു അവസരമുണ്ട്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരു മെസ്സേജ്. ജനുവരി 7 മുതൽ 13 വരെ ഇവിടെ വലിയൊരു ഇൻ്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കാൻ പോവാണ്. പുസ്തക മേള, അതായത് നിയമസഭയുടെ പുസ്തകമേളയാണ്. ഇത് 4ാമത്തെ വർഷമാണ്. വലിയൊരു മെഗാ പ്രോഗ്രാമാണിത്. അപ്പോൾ ആ ദിവസങ്ങളിൽ രാവിലെ ഒരു 9:30 ഓൺവേർഡ്സ് ഇവിടെ സജീവമാകും. അതിൻ്റെ പ്രധാന വെന്യൂ ആണ് ഈ ഒരു ലോഞ്ച്. അപ്പോൾ ആൾക്കാർക്ക് കടന്നു വരാം, പാസ്സൊന്നും വേണ്ട, വേറെ ഒരു പ്രശ്നമില്ല, വരാം. വൈകുന്നേരം 6 മണി വരെ ഈ പുസ്തകമേളയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതായത് മീറ്റ് ഓതേഴ്സ് ഉണ്ടാകും. വെറും ഒരു ലിറ്റററി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. വെറുതെ പുസ്തകങ്ങൾ കാണുക, പരിചയപ്പെടുക മാത്രമല്ല, അതിലൊരുപാട് ഡിസ്കഷൻസ് ഉണ്ടാകും, പാനൽ ഡിസ്കഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ 7-7:30 മണിക്ക് ശേഷം ഇവിടെ കൾച്ചറൽ ഇവൻറ്റ്സാണ്. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ്, അതായത് ശ്രീ KS ചിത്ര, പിന്നെ ഹരിശങ്കർ, മഞ്ചേരി, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പാട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗാനമേള പോലെയോ അങ്ങനത്തെ ഗാനസന്ധ്യ, പിന്നെ ഗാനരചയിതാക്കളും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടി. അങ്ങനെ ഒരുപാട് ഈവൻറ്റ്സ് വരുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച്. അതെല്ലാം ഈവനിങ് ആണ് 7:30 ശേഷം. അത് പക്ഷേ പാസ് മൂലമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. പാസ് വേണം അതിൽ പങ്കെടുക്കും. പക്ഷേ ഈ ലിറ്റററി ആയിട്ടുള്ള കാര്യം, അതായത് നമ്മുടെ പുസ്തകമേളയിൽ പങ്കെടുക്കാൻ പാസ്സൊന്നും വേണ്ട, പൊതുജനത്തിന് കടന്നു വരാം. അപ്പോൾ ഈ ലോഞ്ച് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇത്രയും ഫെസിലിറ്റി, ഇത്രയും സംവിധാനങ്ങൾ. ഈ സോഫാസൊക്കെ തന്നെ സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്താണെന്നാണ് പറയുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഇത്രയും സോഫാസ് വെരി കംഫർട്ടബിൾ. കണ്ടു, ഇവിടെ റാമ്പുണ്ട്, നടന്ന് താഴേക്ക് പോകാനും വരാനും. പിന്നെ അത് മാത്രമല്ല, ലിഫ്റ്റിൽ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ സൈഡിൽ ഓപ്പണിംഗ് ഉണ്ട്, വാതിൽ. അതുവഴി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റാമ്പ് വഴി ഇങ്ങോട്ട് വരാൻ സാധിക്കും. പിന്നെ ഓരോ സീറ്റിനും പ്രത്യേകിച്ച് പവർ പോയിൻറ്റ് സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. സൗണ്ട് പ്രൂഫാണ് ഇവിടുത്തെ ശബ്ദ സംവിധാനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ടിൽ കുറേ സോഫാസ് ഇങ്ങനെ ഭയങ്കര കംഫർട്ടബിളാണ്. അടുത്ത ഒരു റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, യെസ്, ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വലിയ ലിറ്റററി ആക്ടിവിറ്റീസാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സെമിനാറുകൾ, വലിയ കോൺഫറൻസസ്, ഒരു റൈറ്റിംഗ് പാഡൊക്കെ വെച്ചിട്ട് എഴുതാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം. കൂടാണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, അത് കൺസീൽഡാണ്, ആവശ്യമുള്ളപ്പോൾ മാത്രം അതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ലോക കേരള സഭയുടെ ഒരു സ്ഥിരം വേദിയാണിത്. പിന്നെന്താ, 690 ആൾക്കാർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ ഇവിടെ. വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഗാലറി എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. പിന്നെ പ്രസ്സിന് വേണ്ടിയിട്ടും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ സംവിധാനങ്ങൾ. അപ്പോൾ എല്ലാ രീതിയിലും ഗംഭീരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് സഭാ ടിവിയുടെ എക്സ്ക്ലൂസീവ് ഡൊമൈനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സഭാ ടിവിയിലൂടെയാണ് പുറം ലോകം അറിയുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ എനിക്ക് തരാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത് അറേഞ്ച് ചെയ്തതിനും ക്ഷണിച്ചതിനും. ഓക്കെ, താങ്ക് യു.